ഹലോ, വെൽക്കം ടു സെൻസ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഷസും അവരുടെ ഫാമിലി ഓർഡർ ഇവയെക്കുറിച്ചാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കഴിഞ്ഞ പ്രോജക്റ്റ് ഓഫീസർ എക്സാമിന് ഈ ഭാഗത്തു നിന്ന് മാത്രം 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ആദ്യമായിട്ട് വെർട്ടിബ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. Vertebrates can be broadly classified as Aenida and Anathostomata, അതായത് ജാലസ് vertebrates and Ithijas. Aenida and ക്ലാസ് ലിവിംഗ് റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്ന ക്ലാസ്സാണ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. അതിൽ ലാംബ്രീസ് എല്ലാം വരുന്ന പെട്രോമൈസോണ്ടിഫോംസ്, ഹാഗ് ഫിഷസ് എല്ലാം വരുന്ന മിക്സിനിഫോംസ്, 2 ഓർഡറുണ്ട്. ഇതിൽ ലാംബ്രീസ് പാരസൈറ്റ്സ് ആണല്ലോ, ദാറ്റ് ഡിവോസ്റ്റേറ്റ്സ് ഹോസ്റ്റ് ഫിഷസ്. എന്നാൽ ഹാഗ് ഫിഷസിന് ഒരു കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട്. അത് പോപ്പുലർ ഡെലിക്കസി ഇൻ സൗത്ത് കൊറിയ. തന്നെയല്ല ഈൽ സ്കിൻ, ഓർത്തിരിക്കുക, ഈൽ സ്കിൻ ലെതർ, അത് ഹാഗ് ഫിഷസിലാണ് ലഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹാഗ് ഫിഷസ് ആർ ദ ഓൺലി നോൺ ലിവിംഗ് ആനിമൽ ദാറ്റ് പൊസസ് എ സ്കൾ ബട്ട് ലാക്ക് എ ട്രൂ വെർട്ടബിൾ കോളം. ഓക്കെ, പിന്നെ അനാഥോസ്റ്റൊമാറ്റ, അതിൽ സൂപ്പർ ക്ലാസ് പീസസ്, ടെട്രാപോഡ, അതിൽ പീസസ് അതെല്ലാം നല്ല നമുക്ക് പഠിക്കാനുള്ള കോൺട്രിക്തിസ് ആൻഡ് ഓസ്റ്റിക്തിസ്. അതിന്റെ ഓർഡറും ഫാമിലിയിലും നമുക്ക് നോക്കാം. കോൺട്രിക്തിസ്, അതായത് കാർട്ടിലേജിനസ് ഫിഷസ് ഒക്കെ വരുന്ന, ഇതിന് 2 സബ് ക്ലാസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഹോളോസെഫാലി ആൻഡ് സബ് ക്ലാസ് ഇലാസ്മോബ്രാൻസ്. ഇതിൽ ഹോളോസെഫാലി അതിൽ വരുന്ന ഓർഡറാണ് ഖൈമീറിഫോംസ്. അപ്പൊ ഇതില് വരുന്നതാണ് ഖൈമീറ, റാറ്റ് ഫിഷ് ഒക്കെ. അപ്പൊ റാറ്റ് ഫിഷ് വരുന്നത് അല്ലെങ്കിൽ ഖൈമീറ വരുന്ന ഓർഡറോ സബ് ക്ലാസ്സോ അതൊക്കെ ചോദിക്കാം. ഇതിന്റെ ഫാമിലീസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പറയാൻ പറ്റത്തില്ല, അതെല്ലാം നോക്കിയിരിക്കുക. അതില് റാറ്റ് ഫിഷ്, അപ്പൊ ഇതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഖൈമീറ വരുന്നതാണ് ഓരോ ഫാമിലിയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന് ടോഡ് ഫിഷ് വരുന്ന ഫാമിലി ചോദിച്ചു, കഴിഞ്ഞ പ്രോജക്ട് ഓഫീസർ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം. അപ്പൊ അതുപോലെ റാറ്റ് ഫിഷ് ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക. ഹോളോസെഫാലി സബ് ക്ലാസ്സിൽ ഖൈമീറിഫോംസ് ഓർഡറിൽ. സബ് ക്ലാസ് ഇലാസ്മോബ്രാങ്ക്, അതിലാണ് ഷാർക്സ്, റേസ്, സ്കേറ്റ്സ് ഒക്കെ വരുന്നത്. അതായത് പ്രധാന ഷാർക്സ് ആൻഡ് റേസ് വരുന്നത്, അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഗ്രൂപ്പ് ഇൻടു ഓർഡേഴ്സ് ആൻഡ് ഫാമിലി. അതിന്റെ പ്രധാനപ്പെട്ട ഓർഡേഴ്സും ഫാമിലി നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ഓർഡേഴ്സ് ആൻഡ് ഫാമിലി, അതിൽ ഓർഡർ കർക്കാർണിഫോംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡറാണ്. അതിലെ ഫാമിലി കർക്കാറിനിടയിൽ വരുന്നതാണ് പോണ്ടിച്ചേരി ഷാർക്ക്, ടൈഗർ ഷാർക്ക്, നമ്മുടെ സാധാരണ സ്കോളിഡോൺ, ഗംഗാ റിവർ ഷാർക്ക്, ഇതൊക്കെ. പിന്നെ ഹാമർ ഹെഡഡ് ഷാർക്ക് വരുന്നതാണ് സ്ഫയറിനിടെ ഫാമിലിയിൽ. ദെൻ ഓർഡർ ഒറക്ടു ലോബിഫോംസ്, അതിൽ നമ്മൾ കാർപ്പറ്റ് ഷാർക്ക്, ഗ്രേ ബാംബു ഷാർക്ക്, അതുപോലെ എന്താണ് ഇതെല്ലാം വരുന്നതാണ് എന്താ ഹെമിസിലിഡ്. പിന്നെ സീബ്ര ഷാർക്ക് എല്ലാം വരുന്നത് സിഗോസ്റ്റോമറ്റിഡ്, വെയിൽ ഷാർക്ക് എല്ലാം വരുന്നത് ഫൈനോഫോണ്ടിഡ്. ഞാൻ കോമൺ നെയിമാണ് തരുന്നത്. മിക്കവാറും ചന്ദ്ര മാഡത്തിന്റെ ക്ലാസ്സിൽ അതിന്റെ സയന്റിഫിക് നെയിംസ് അതിൽ പറയുന്നുണ്ട്. ഇതിന്റെ ദെൻ ഓർഡർ ലാംനിഫോംസ്, അതിൽ മാക്കറൽ ഷാർക്ക് വരുന്ന ലാമിനിഡെ, ക്രോക്കഡൈൽ ഷാർക്ക് വരുന്ന സ്യൂഡോകാർക്കാറിഡെ, സാൻഡ് ടൈഗർ ഷാർക്ക് വരുന്ന, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, സാൻഡ് ടൈഗർ ഷാർക്ക് വരുന്നത് ഒഡൻഡോപ്സിഡെ, പക്ഷെ ട്രൂ ടൈഗർ ഷാർക്ക് വരുന്നത് തെറ്റിപ്പോകരുത്, കാർക്കാറിൻ്റെ ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ സീറ്റോ റൈനയുടെ ബാസ്കറ്റ് ഷാർക്ക്. ദെൻ സ്ക്വാലിഫോംസ്, ഡോഗ് ഷാർക്ക്, ഗൾപ്പർ ഷാർക്ക്, ഇതെല്ലാം ഈ ഓർഡറിലാണ് വരുന്നത്, ഫാമിലി ഓർത്തിരിക്കുക. ഹെക്സാഞ്ചിഫോംസ്, അതിലെ കൗ ഷാർക്ക്, ഫ്രിൽഡ് ഷാർക്ക്, ഇതെല്ലാം ഈ ഓർഡറിലാണ് വരുന്നത്, ഫാമിലീസും ഓർത്തിരിക്കുക. ഏഞ്ചൽ ഷാർക്ക് വരുന്നത് സ്കോണ്ടിഫോംസ്, ഫാമിലി സ്കോണ്ടിഡ്. ദെൻ ഓർഡർ പ്രിസ്റ്റിഫോർമിഫോംസ്, അതായത് പ്രിസ്റ്റിഫോറിഡെ വരുന്ന സാഫിഷ്, സാഫിഷ് വേറെയാണ്, അത് റേ ആണ്, തെറ്റിപ്പോരുത്. അത് ഞാനിതിപ്പോൾ സാ ഷാർക്ക് വരുന്നത്, ഇതിന്റെ സ്നൗട്ട്, അതിന്റെ റോസ്ട്രം സാലൈക്കാണ്, അതിന്റെ ഫിഗർ കണ്ടിരിക്കുമല്ലോ. ഹെറ്ററോഡോണ്ടിഫോംസ്, ഹെറ്ററോഡോണ്ടിഡ്,
ഹെഡ് ഷാർക്ക് വരുന്നത്. ദെൻ ഓർഡേഴ്സ് ആൻഡ് ഫാമിലീസ് റേസ്. ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ എക്സാമിന് വരുന്ന കഴിഞ്ഞ പ്രൊജക്ട് ഓഫീസർ വന്ന എക്സാമിന് ചോദിച്ച ഇതാണ് സ്റ്റിംഗ് റേസ്. അത് വരുന്ന ഫാമിലി എന്താ ഡേസിയേറ്റഡ്. ഇതാണ് കഴിഞ്ഞാണ് ചോദിച്ചതാണ്. ഓർഡർ മെലിബാറ്റിഫോംസിൽ വരുന്ന ഫാമിലി ഡേസിയേറ്റഡ്. ഏതാണ് പിപ്റ്റൈൽ സ്റ്റിംഗ് റേസ്. മെലിബാറ്റിയുടെ ഈഗിൾ റേസ്, ദെൻ ഡെവിൽ റേസ് എല്ലാം മൊബിലിഡയിലാണ്. മറ്റൊരു ഓർഡറാണ് ടോർപിഡിനിഫോംസ്. ടോർപിഡിനിടെ ഇതിലാണ് ട്രൂ ഇലക്ട്രിക് റേസ് വരുന്നത്. ട്രൂ ഇലക്ട്രിക് റേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാട്സിനിടയിൽ വരുന്നത് ചില തരത്തിലുള്ള ഇലക്ട്രിക് റേസ് ഉണ്ട് നാട്സിനൊക്കെ. അപ്പോൾ ട്രൂ ഇലക്ട്രിക് റേസ് ഇതിലാണ്. അപ്പോൾ നാട്സിനിടയിൽ വരുന്ന നംബ് ഫിഷസ് നാട്സിനൊക്കെ വരുന്നത്. ഹിപ്നിടെ കോഫിൻ റേസ് എല്ലാം. പിന്നെ സ്ലീപ്പർ റേസ് അഥവാ ബ്ലൈൻഡ് ഇലക്ട്രിക് റേസ് എന്ന് പറയും ആർക്കിഡയിലാണ്. ഓക്കെ. ഓർഡർ ക്രിസ്റ്റിഫോംസ് കേട്ടോ. സാഫിഷ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതും അതും കൂടെ മാറ്റരുത്. ഷാർക്സ് ആയിട്ട് മാറിപ്പോരുത്. ഷാർക്സ് ക്രിസ്റ്റിഫോർ ഏതിലാണ് പറഞ്ഞ ക്രിസ്റ്റിയോറുടെ ഫാമിലിയിലാണ് വരുന്നത്. ഇവിടെ അപ്പൊ അത് ഷാർക്കാണ്. ഇത് റേ ആണ്. ഗിത്താർ ഫിഷസ് എല്ലാം റൈനോബാറ്റിഡയിലാണ് വരുന്നത്. ഓക്കെ. ദെൻ ഓർഡർ ഫാമിലി സ്കേറ്റ്സ്. റേസ് ആൻഡ് സ്കേറ്റ്സ് ലുക്ക് ആൾമോസ്റ്റ് സെയിം. ഞാൻ ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടില്ല, കണ്ടിട്ടില്ലല്ലോ അല്ലേ. ദേ ഡിഫർ പ്രൈമർലി ഇൻ റീപ്രൊഡക്ഷൻ, ടെയിൽ സ്ട്രക്ചർ എക്സെട്ര. സ്കേറ്റ്സ് ഓവി പാരറ്റ്സ് ആണ്, റേസ് ബി പാരറ്റ്സ് ആണ്. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇതിലും ഓർത്തിരിക്കുക, ഈ സ്കേറ്റ്സ് വരുന്ന ഓർഡർ ചിലപ്പോൾ ചോദിക്കാം. എൻ്റെ ഫാമിലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കേറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അതിലും ഫാമിലി അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലാന്ന് തോന്നുന്നു. പിന്നെ എന്നാലും ഓർത്തിരിക്കുക. അപ്പോൾ സ്കേറ്റ്സ് എല്ലാം വരുന്നത് ഓർഡർ മറക്കരുത്. റാജിഫോംസ്. ഓക്കെ. ഇനി നമുക്ക് ഓസ്റ്റിക്തിസ് ബോണി ഫിഷസ് നമുക്ക് അതിനെ ബ്രോഡ്ലി നമുക്ക് രണ്ടായിട്ട് കൊടുക്കാം. സബ് ക്ലാസ് സാർക്കോപ്റ്ററിജി, സബ് ക്ലാസ് ആക്ടിനോപ്റ്ററിജി. ലോബ് ഫിൻഡ് ഫിഷസ് വരുന്നതാണ് സാർക്കോപ്റ്ററിജി. പിന്നെ റേ ഫിൻഡ് ഫിഷസ് വരുന്ന ആക്ടിനോപ്റ്ററിജി. ഇതിലും ഓർത്തിരിക്കുക, ഈ സിലക്കോന്തിഫോംസ് ഓർഡറിൽ ലാറ്റിമേറിയ. അപ്പൊ ലിവിങ് ഫോസിലാണല്ലോ. അപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ ചോദിക്കുന്നത്. ലാറ്റിമേറിയ വരുന്നത് അതിന്റെ ഓർഡർ. തന്നെ പിന്നെ ചിലപ്പോൾ അതിന്റെ സബ് ക്ലാസ് ആയിരിക്കും ചോദിക്കുക. സൗത്ത് അമേരിക്കൻ ആൻഡ് ആഫ്രിക്കൻ ലങ് ഫിഷസ് വരുന്ന ലെപ്പിഡോ സെറനിഫോംസ്. എന്നാൽ ഓസ്ട്രേലിയൻ ലങ് ഫിഷസ് വരുന്ന സെററ്റോഡോണ്ടിഫോംസ് അല്ലേ. അപ്പൊ ഓർഡർ ഓർത്തിരിക്കുക. ദെൻ ഇവിടെ റേഫിൻ്റെ ഫിഷസിൽ പ്രധാനപ്പെട്ട കുറച്ച് ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്ലോപ്പിഫോംസ്, ആംഗുലിഫോംസ്, സൈലോറിഫോംസ്, അലോപ്പിഫോംസ്, പെർസിഫോംസ്, പ്ലൂറോനെക്റ്റിഫോംസ്, സൈപ്രനിഫോംസ്, സിഗ്നാത്തിഫോംസ്, സാൽമോണിഫോംസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഫാമിലീസ് ഒക്കെ നോക്കാം. പെർസിഫോംസ് സ്കോംബ്രിഡെ, എന്താ ട്യൂണാസ്, മാക്രൽസ്, സിയർ ഫിഷിന്റെ നെമീൻ, ഇതെല്ലാം വരുന്ന ഗ്രൂപ്പാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. അതുപോലെ എന്താ കരാങ്കിഡെ, ജാക്സ്, ട്രാവലീസ്, സ്കാറ്റ്സ്, പോംഫ്രറ്റ്, മാവോലി, ഇതൊക്കെ വരുന്നത്. സിച്ചിലിഡ്സ് ഫിഷ്, അതായത് സിലാപ്പിയ പോലുള്ളത്. ക്രോക്കേഴ്സ് ആൻഡ് ഡ്രംസ് എന്ന് പറയുന്ന ഫിഷസ് എല്ലാം വരുന്നത് സിയാനിഡെ. ദെൻ ഓർഡർ ക്ലുപ്പിഫോം, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ഓർഡറാണ്. ഫാമിലി ക്ലുപ്പിഡെ. ഇതിലാണ് ഹെറിങ്സ്, സാർഡിൻസ്, നമ്മളെ മത്തിച്ചാള, സ്പ്രാറ്റ്സ്, ഇതൊക്കെ എല്ലാം വരുന്നത്. ദെൻ ആങ്കോലിസ്, നൊത്തോലി എന്നൊക്കെ പറയും അല്ലേ, എങ്കാർലിയുടെ ഫാമിലിയിലാണ് വരുന്നത്. ഓക്കെ. ദെൻ ഓർഡർ ഗാഡിഫോംസ്, ഗാഡിഡെ ഫാമിലിയിലെ അറ്റ്ലാന്റിക് കോഡ്, ഹഡോക്ക്, പൊളോക്ക്. ദെൻ ഹേക്സ് എല്ലാം വരുന്ന മല്ലൂസിയുടെ. ഓർഡർ സെപ്രനിഫോംസ്, ഇതിലാണ് ഇതിലെ ഫാമിലി സെപ്രനിഡെ, ഇതിലാണ് മിക്കവാറും കാർപ്സ് ഒക്കെ വരുന്നത്. ഓക്കെ. ഓർഡർ സാൽമോണിഫോംസ്, ഇതിലെ ഫാമിലി സാൽമോൺസ് എല്ലാം വരുന്ന ഫാമിലിയാണ്. ഓർഡർ സൈലൂറിഫോംസ്,
നമ്മുടെ ഫാമിലി ഇക്ടാലൂരുടെ ചാനൽ കാറ്റ് ഫിഷ് എന്ന് പറയുന്ന ഇത് വരുന്നതാണ്. അതുപോലെ പാങ്കാസിടെ പാങ്കാസ് ദസ് കാറ്റ് ഫിഷസ്. ഇനി അതുപോലെ മുള്ളറ്റ്സ് എല്ലാം വരുന്ന ഒരു ഓർഡറാണ് മുഗിലിഫോംസ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, അതായത് ഈ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ ടോട്ട് ഫിഷ് ചോദിച്ചെന്ന്. ടോട്ട് ഫിഷ് എന്ന് പറയുമ്പോൾ അതിന് കമേഴ്സ്യൽ വാല്യൂ അത്ര വലുതായിട്ടൊന്നുമില്ല. അപ്പൊ എന്നാലും ഞാനത് സൂചിപ്പിച്ചു, ചിലത് പേര് മെയിനായിട്ട് നോക്കി ചിലപ്പോൾ ചോദിക്കും. അങ്ങനെയാണ് ചില ഫെമിലിയർ നെയിംസ് ഓർത്തിരിക്കേണ്ട ആവശ്യം. ഇവിടെ കഴിഞ്ഞ പ്രോജക്റ്റ് ഓഫീസർ എക്സാമിന് ചോദിച്ചത് ഇപ്പോൾ ടോട്ട് ഫിഷ് വരുന്ന ഫാമിലിയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ടോട്ട് ഫിഷ്, ട്രൂ ടോട്ട് ഫിഷ് ആൻഡ് പഫർ ഫിഷ് എന്ന് പറയുന്നു. അപ്പൊ ട്രൂ ടോട്ട് ഫിഷ്, അപ്പോൾ ചിലര് പഫർ ഫിഷിനെ അങ്ങനെ ഒരു നെയിം ഫ്രീക്വന്റ്ലി കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പഫർ ഫിഷ് ആൻഡ് ടോട്ട് ഫിഷസ് ബിലോങ് ടു ടു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഓർഡേഴ്സ്, ബട്ട് ദെയർ നെയിംസ് ആർ ഫ്രീക്വന്റ്ലി കൺഫ്യൂസ്ഡ്. ഇപ്പൊ കഴിഞ്ഞ തവണ ചോദിക്കാൻ കൂടെ ചെയ്തുകൊണ്ട് പിന്നെ പഫർ ഫിഷും ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ട്രൂ ടോട്ട് ഫിഷസ് വരുന്ന ഫാമിലിയാണ് ബെട്രാക്കോയിഡിയം. എന്നാൽ പഫർ ഫിഷ് വരുന്ന ട്രെട്ടോഡോണ്ടിഡിയാണ്. ഇത് ബ്രോഡ് ഫ്ലാറ്റ് ഹെഡ്സ് വിത്ത് ഹ്യൂജ് അപ്വേർഡ് ഫേസിങ് മൗത്ത്. പിന്നെ only have minor commercial skin or spines have venoms. പക്ഷേ ട്രെട്ടോഡോണ്ടിഡയിൽ വരുന്ന പഫർ ഫിഷസ് ഹൈലി പോയിസൺ ആണ്. അതായത് അതിന്റെ പ്രത്യേകിച്ച് ഡെഡ്ലി ന്യൂറോടോക്സിൻ കോൺസെൻട്രേറ്റ് ഇൻ ദെയർ ഇന്റേണൽ ഓർഗൻസ് ലൈക്ക് ലിവർ, ഓവറി, സ്കിൻ, ഇവിടെ എല്ലാം കേന്ദ്രീകരിച്ചിരുന്നു ഈ വിഷം. വിഷം എന്ന് പറയുന്നത് സൈനഡിനേക്കാൾ എത്രയോ മടങ്ങ് ഹൈലി പോയിസൺസ് ആണ്. അപ്പൊ ഇവിടെ ഇതിന് പഫർ ഫിഷ് എന്ന് പറയാൻ കാര്യം ഇഞ്ചസ് വാട്ടർ ഓർ എയർ ടു ഇൻഫ്ലേറ്റ് ഇൻ ടു എ ലാർജ് സ്പൈനി ബോൾ. ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, ഇത്രയും ഹൈലി പോയിസൺസ് ആണ്. അപ്പോൾ പോയിസൺ കേന്ദ്രീകരിച്ച് ലിവർ, ഓവറി, സ്കിന്നിലൊക്കെയാണ്. അപ്പൊ ഈറ്റിംഗ് പഫർ ഫിഷ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി നോൺ ആസ് ഫിഗു എന്നുള്ള പേരിൽ ജാപ്പനീസ് ഇതിന്റെ ഫിഷ് കഴിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്, ഡിഷാണ്. പക്ഷെ ബിക്കോസ് ദ ടോക്സിൻ cannot be destroyed by cooking or freezing, consumption requires incredibly meticulous preparation. അപ്പൊ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓർത്തിരിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.